നമസ്കാരം. തെരഞ്ഞെടുപ്പ് വർഷമായ 2024 തുടങ്ങുന്നതിന് മുൻപ് തന്നെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന മാമാങ്കമാണ് NDA സർക്കാർ നടപ്പാക്കുന്നത്. മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ തൊട്ട് തിരുച്ചിറപ്പള്ളിയും എന്തിന് ലക്ഷദ്വീപിൽ വരെ വികസന പദ്ധതികളുടെ പുതിയ തുടക്കം കുറിക്കുകയാണ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം പൂർത്തിയാക്കിയത് ഒന്ന് രണ്ടുമല്ല, 10,000-ഓളം കോടികളുടെ ബൃഹത് പദ്ധതികളാണ്. പശ്ചാത്തല വികസനമാണ് ഏറ്റവും പ്രധാനമായി ലക്ഷ്യമിടുന്നതെന്ന് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ തന്നെ വ്യക്തമാക്കിയതാണ് NDA സർക്കാർ. ഈ നടപ്പാക്കുന്നത് ഉദ്ഘാടനങ്ങളിലൂടെ തുടക്കമിടുന്നത് അതിന്റെ തുടർച്ചയാണെന്ന് സർക്കാർ വാദിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ ഗിമ്മിക്കുകൾ മാത്രമാണിതെന്ന് പ്രതിപക്ഷം പരിഹസിക്കുകയും ചെയ്യുന്നു. വികസനത്തിന്റെ വലിയ കുതിച്ചുചാട്ടത്തിലാണോ രാജ്യം, അതോ തെരഞ്ഞെടുപ്പ് കാലത്തെ കണ്ണിൽ പൊടിയിടലോ? പരിശോധിക്കുന്നു ഇലക്ഷൻ ചാനൽ. സ്വാഗതം. ഏറ്റവും പ്രധാനം ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പാലം, കടൽ പാലം അടൽ സേതു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വികസനങ്ങളുടെ ഒരു തുടർച്ചയാണ് നടപ്പാക്കുന്നത്, അതിന്റെ ഭാഗമാണ് ഈ പാലവുമെന്നും NDA സർക്കാർ അവകാശപ്പെടുമ്പോൾ അതേത് രീതിയിലാണ് ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയായി മാറുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ള ചോദ്യമാണ് ഇലക്ഷൻ ചാനൽ ഉന്നയിക്കുന്നത്. എനിക്കൊപ്പം ചേരുന്നു രാഷ്ട്രീയ കാര്യ വിദഗ്ധൻ കൂടിയായ മനു ഭരത് എനിക്കൊപ്പം ചേരുമ്പോൾ. മനു, വളരെ പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത് ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിക്കുന്ന വലിയ ഒരു ഉദാഹരണമായിട്ട്, ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ട്, ഗതാഗത രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമായിട്ട്, ഒരു സർക്കാരിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ട്, വികസനത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലുകൾ ഒന്നായിട്ട്, ഇങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും കൂടുതൽ വികസന പദ്ധതികളിലൂടെ മുന്നോട്ട് വരുമ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷത്തെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. പക്ഷേ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഡ്രൈവ് ഇന്ത്യയിൽ നടക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അത് ആ വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതിന് മുന്നിൽ വയ്ക്കാൻ, എക്സാമ്പിളുകളായി മുന്നിൽ വയ്ക്കാൻ, ഉദാഹരണങ്ങളായി മുന്നിൽ വയ്ക്കാൻ, ഇതെല്ലാം ഈ നേട്ടങ്ങളെല്ലാം തനിക്ക് മുന്നിലുണ്ട്, NDA സർക്കാരിന് മുന്നിലുണ്ട് എന്ന് കാണിക്കുക കൂടിയായിരിക്കും ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ വലിയ നേട്ടങ്ങളിൽ ഒന്നായി ഈ പാലമടക്കം വിശേഷിപ്പിക്കപ്പെടും. അങ്ങനെ ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമായിട്ട് എഴുതിത്തള്ളണോ ഈ വികസന നേട്ടങ്ങളെ? അല്ല, അവരുടെ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ, അതും 10 വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ ആദ്യം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ആയിരിക്കും. അപ്പോൾ അത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും BJP ഇവിടെ ചെയ്യുന്നുവെന്നാണ് നാം ഇതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു പ്രധാന കാര്യം, ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അധികാരങ്ങളിലൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പ്രൈം ഫോക്കസ്. ഗരീബി ഹട്ടാവോ എന്ന് ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായാണ്. ഇപ്പോൾ BJP തന്നെ ആദ്യഘട്ടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നൊരു സമയത്ത് പോലും രാം റൊട്ടി ഓർ മക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ റൊട്ടി എന്നത് വിശപ്പിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ബേസിക് നീഡായ ഭക്ഷണം ഒരു വലിയ ഇഷ്യൂ ആണ് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അത് ആ നിലയ്ക്ക് അല്ല BJP കാര്യങ്ങളെ കാണുന്നത്. ഒരു വികസന നായകൻ, ഒരു വികാസ് പുരുഷ് എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് ഒരു കാര്യം വ്യക്തമാണ്, പ്രതിപക്ഷ ചേരിക്കൊരു നേതാവില്ല, അവർ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, അവർക്കൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ബദലായി BJPക്ക് ഒരു നേതാവുണ്ടെന്നും അത് ഒരു ഹീറോ ആണെന്നും ഒക്കെയുള്ള തരത്തിലുള്ളൊരു പ്രചരണം നടത്താൻ കൂടി ഇത് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് നമുക്ക് കുറച്ച് ദിവസങ്ങളായി നമ്മൾ നോക്കിയാൽ തുടർച്ചയായ വൻ പ്രഖ്യാപനങ്ങളും വലിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി കണ്ടിരുന്നതാണ്. ഇത് BJP നേരത്തെ കൂട്ടി അവരുടെ പ്രചാരണ പരിപാടികൾ ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ
ഈ പശ്ചാത്തല സൗകര്യ വികസനം കാപ്പക്സിൻ്റെ ഔട്ട്ലേ എന്ന് പറയുന്നത് 33% വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഗതാഗത സംവിധാനം ഇന്ത്യയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണം പാർപ്പിടം എന്നതൊക്കെ അപ്പുറത്തേക്ക് ഒരു പബ്ലിക് സ്പിയറിൽ അവർ വരുമ്പം റോഡുകളുടെ ശോചനീയാവസ്ഥ, ഗതാഗത സംവിധാനങ്ങളുടെ ശോചനീയാവസ്ഥ, ഇതൊക്കെ എല്ലാ കാലത്തും ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ അവിടെയാണ് തങ്ങൾ ദേശീയ തലത്തിൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നു, അമൃത് എക്സ്പ്രസ്സുകൾ വരുന്നു, വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വരുന്നു. അങ്ങനെ വികസനം ഈ ഗതാഗത മേഖലയിൽ ശക്തമായി ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ BJP കഴിയുന്നു. മാത്രമല്ല ഈ 5 ട്രില്യൺ എക്കോണമി എന്നൊരു വാദം BJP നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 3ാമതാകാൻ പോകുന്നുവെന്ന്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ കണക്കുകളുമായി പെട്ടെന്ന് തന്നെ രംഗത്തെത്തി. അത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ 3ാമത്തെ വലിയ ശക്തി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം നിലവിൽ 5ാമത്തെ വലിയ ശക്തി എന്ന് പറയുമ്പോഴും ഒക്കെ പ്രതിശീർഷ വരുമാനം കണക്കെടുക്കുമ്പോൾ നമ്മൾ ആളുകൾ മറ്റ് രാജ്യത്തെ ആളുകളെക്കാൾ വളരെ കുറവിലാണ് എന്ന വാദം അവർ വയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ BJP പറയുന്ന തരത്തിൽ ഇത് 140 കോടി മനുഷ്യർ അവരുടെ സേവന അതുപോലെ തന്നെ ഉൽപ്പാദന മികവ് തെളിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണക്കിലെ കളി മാത്രമാണ് അത്. ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ മെച്ചപ്പെടുത്തിയിട്ടില്ല എന്ന ആരോപണം വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ തടയാനുള്ള വളരെ തന്ത്രപൂർവ്വകരമായ ഒരു നീക്കം BJP നടത്തുന്നു. കൃത്യമായിട്ട് ഓരോ എക്സാമ്പിൾ എടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു വികസന പദ്ധതികൾ അത് ഓരോ ഏരിയയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ അടൽ സേതു പാലം എന്ന് പറയുമ്പോൾ അത് മഹാരാഷ്ട്രയെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ഹിന്ദി ഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ദക്ഷിണേന്ത്യയിലേക്കുള്ള ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭാഗങ്ങളിൽ കർണാടകത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു വലിയ ഒരു ലക്ഷ്യം ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ അനുബന്ധ വികസനം $10 ബില്യൺ അടുത്തൊക്കെ അനുബന്ധ വികസനം 18 മാസത്തിനുള്ളിൽ വരുമെന്നുള്ള കണക്കുകളും വിലയിരുത്തലുകളും ഒക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ അനുബന്ധ വികസനം പോലും ഈ 3 പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്തൊരു പദ്ധതി നടപ്പാക്കിയത് ഞങ്ങൾ വന്നപ്പോൾ മാത്രമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ കൂടിയായിരിക്കുമോ ശ്രമിക്കുക ഇന്ത്യ സർക്കാർ? അല്ല, 3 പതിറ്റാണ്ടല്ല, ഇത് 1963 ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് അവിടെ അമേരിക്കൻ കൺസ്ട്രക്ഷൻ കമ്പനിയായ വിൽബർ സ്മിത്ത് അസോസിയേറ്റ്സ് ഇങ്ങനെയൊരു പദ്ധതിയുടെ സാധ്യതകളെക്കുറിച്ച് പറയുന്നത്. അത് പിന്നെ പലതവണ അങ്ങനെ മടങ്ങിയും മുങ്ങിയും ഒക്കെ പോയത് 2006 വീണ്ടും പിന്നെ പുറത്തേക്ക് വരികയാണ്. അതാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് അതിവേഗം നിർമ്മിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന ഒരാശയം പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അതൊരു നേട്ടമായി തന്നെ. ഇപ്പോൾ ഈ നമ്മളുടെ ഒരു വലിയ പ്രശ്നം ഈ പണ്ടത്തെ പോലെ ആളുകൾ പത്രം വായിക്കാത്തവരോ TV കാണാത്തവരോ കാലം മാറി. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. എല്ലാവരും മൊബൈൽ ഫോൺ സംബന്ധമായി ദൃശ്യങ്ങൾ കാണുന്നു. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നതിൻ്റെ ആ വർണ്ണവിസ്മയം നോക്കൂ. എത്ര ഇന്ത്യ പോലൊരു രാജ്യത്ത് കുണ്ടും കുഴിയും റോഡുകളുടെ ഒരു നാടാണ് എന്ന് എല്ലാ കാലത്തും ആളുകൾ പഴി പറഞ്ഞിരുന്ന ഒരു രാജ്യത്ത് ഈ വിദേശ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾക്ക് സമാനമായ പാത വരുന്നു എന്നതൊക്കെ വലിയ ഒരു നേട്ടമായി ആളുകളുടെ മുന്നിൽ അവരുടെ ഈ വാട്സപ്പ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുമൊക്കെ വരികയാണ്. ഇതാണ് BJP അവരുടെ വികസന നായകൻ എന്ന തരത്തിൽ പ്രധാനമന്ത്രിയെ അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം, BJP ഈ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഗോദ്ര സംഭവത്തിന് ശേഷമൊക്കെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പുകൾ നേരിടുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു തന്ത്രം മറ്റ് രാഷ്ട്രീയ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സ്വാഭാവികമായി രാഷ്ട്രീയം, ആശയം, ഒരു പ്രത്യയശാസ്ത്രം ഇതിനൊക്കെയുള്ള വോട്ട് എന്നതിനപ്പുറത്തേക്ക് വികസനം എന്നത് ഒരു കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്ന ഒരു വികസന നായകൻ എന്ന രീതിയിൽ ഗുജറാത്തിൽ തനിക്കത് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ബോധ്യപ്പെടുത്തുന്നു. ആ പ്രധാനമന്ത്രി ആയതിനു ശേഷവും 2014 എത്തുന്നത് നരേന്ദ്രമോദി എന്നത് ഡെവലപ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രൈം ഫോക്കസ് എന്നതാണ്. അപ്പോൾ നമ്മൾ നാളിതുവരെ കേട്ടിട്ടുള്ള ആശയ സംവാദങ്ങളിൽ നിന്ന് ആ ഒരു രാഷ്ട്രീയ മത്സരത്തിന് അപ്പുറത്തേക്കും വികസനമാർക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് ഉള്ള ഇച്ഛാശക്തി എവിടെയുണ്ട്, ഏത് രീതിയിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നും കൂടിയുണ്ട്. അതിന് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ആ പാലത്തിന്റെ സവിശേഷതകളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം എന്നുള്ള സവിശേഷത, ഒപ്പം ലോകത്തിലെ നീളമേറിയ 12ാമത്തെ പാലമാണ്. അത് മുംബൈയിലെ സെവിരിയിൽ തുടങ്ങുന്നു, റായ്ഗഡ് ജില്ലയിലെ ഉറാൻ താലൂക്കിലെ നവാഷെവയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള 22 കിലോമീറ്ററിൽ 16.5 കിലോമീറ്ററിലും കടലിലൂടെ തന്നെ പോകുന്ന കടൽപ്പാലം കൂടിയാണ് ഇത്. വലിയ 1 മണിക്കൂറിലേറെ
യാത്ര ലാഭിക്കാൻ സാധിക്കും. പൂനെ, ഗോവ, ബാംഗ്ലൂരു മേഖലകളിലേക്ക് 2 മണിക്കൂർ യാത്ര 20 മിനിറ്റായി ചുരുങ്ങുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്തൊന്ന്. പ്രതിവർഷം 1 കോടി ലിറ്റർ ഇന്ധനം ലാഭിക്കാൻ കഴിയും. അത് വലിയ രീതിയിലുള്ള മലിനീകരണ തോത് കുറയ്ക്കും എന്നെല്ലാം അവകാശപ്പെടുമ്പോഴും ഇതിനകത്ത് മനു പ്രതിപക്ഷം ഏത് രീതിയിലാകുന്നു? ഇത് വലിയ രീതിയിൽ പറയാൻ പോകുന്നത് ഇത് ബേസിക്കലി ഇതെല്ലാം ചുങ്കപ്പാതകളാണ്. അതാണ് ഇതിന്റെ അതായത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത ആ ടോൾ നിരക്കുകൾ, പിന്നെ കടൽ ഒരു പൊതുഗതാഗത സർവീസിനെ കുറിച്ചുള്ള വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികളോ അത്തരം പ്രഖ്യാപനങ്ങളോ ഇതിനകത്തില്ല. അതെല്ലാം എടുത്തു കാണിക്കുന്നുണ്ട്. അല്ല, സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ ഈ വലിയ പദ്ധതികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് നാളിതുവരെ കിട്ടാത്ത ഒരു ജനവിഭാഗമുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ട്രെയിനിന്, തീവണ്ടിക്ക് കൂടുതൽ പണം മുടക്കാൻ അവർ തയ്യാറാണ്. അത് നമ്മളിപ്പോൾ ഒരു തത്കാൽ എന്ന പേരിൽ കൂട്ടി വാങ്ങിക്കുന്നതിനപ്പുറത്തേക്ക് ആ സംവിധാനം കൂടുതൽ കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് കൂട്ടി വാങ്ങിച്ച് ആ പണം സാധാരണക്കാരിലേക്ക് അവർക്ക് കുറേ കൂടി ഉപയോഗപ്രദമായ രീതിയിൽ ചെലവാക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം വേണം എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരാൾക്ക് മറ്റൊരു ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ കുറേ കൂടി പണം അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സംവിധാനം അയാൾ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം എടുത്ത് മറ്റ് മേഖലകളിലേക്ക് ചെലവാക്കുക എന്ന ഒരു തന്ത്രം. അതായത് ഇത് ഉദ്ഘോഷിക്കുന്നത് മുംബൈയിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുമെന്നാണ്. പക്ഷെ അതിസമ്പന്നർ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇത് മാറാനുള്ള ഒരു സാധ്യത. 375ഒക്കെയാണ് ഒരു കാറിന് തന്നെ ഒരു ദിവസം കൊടുക്കേണ്ടി വരുന്നുള്ളൂ. 10,000 രൂപ എന്തോ ആകും പ്രതി മാസം, 12,500 അത്രയും പാസ് നിരക്ക് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് സാധാരണ? സ്വാഭാവികമായും അതിൽ ഒരു താരതമ്യം ആളുകൾ തമ്മിൽ നടത്തേണ്ടി വരും. അവർക്ക് ഇന്ധന ലാഭമാണോ ഇതിലുള്ളത്, അതോ ഇത്രയും ഇന്ധനം നമ്മൾ അനാവശ്യമായി ചെലവാക്കണോ, അതോ മാത്രമല്ല ഇത് ഇനിയുള്ള നമ്മുടെ നിരത്തുകൾ, ഇന്നത്തെ നിരത്ത് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ നിരത്തുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ മാത്രമല്ല ഈ ചുങ്കപ്പാതകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പണം തിരിച്ചടച്ച് കഴിയുമ്പോൾ ചുങ്കപ്പാതകൾ ഇല്ലാതാകുന്നു എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. ഏതായാലും നിലവിലെ ഈ പാതകൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ അതിസമ്പന്നരായ ആളുകൾക്ക് അവർക്ക് കൂടുതൽ സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് ആളുകളെ നമ്മൾ ഒരു എക്കോണമി എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത് ആളുകളെ പണക്കാരനാക്കി മാറ്റുക. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഇപ്പോൾ ഒരുപാട് പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മുഴുവൻ വെറും വാക്ക് മാത്രമായി അവശേഷിക്കുമെന്ന് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറയാനുള്ള സാധ്യതയുണ്ട്, കോൺഗ്രസ് പറയാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു പക്ഷേ അങ്ങനെയല്ല, ഞങ്ങളിത് പദ്ധതികളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉദാഹരണമായി എടുത്തു കാണിക്കാൻ ഉതകുന്ന ഒന്നായിരിക്കും അടൽ സേതു പാലം അടക്കമുള്ളവ എന്ന് തോന്നുന്നു വ്യക്തമായിട്ട്. അല്ല, അത് മാത്രമല്ല, കാരണം ഇത് അടൽ ബിഹാരി വാജ്പേയി, BJP, ഇതിപ്പോൾ കോൺഗ്രസ് അങ്ങനെയാണല്ലോ സ്വാഭാവികമായി അവരുടെ മുൻ നേതാക്കളെ ഒക്കെ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു അവരുടെ പേരിൽ കാര്യങ്ങൾ കൊണ്ടുവരിക, അതൊരു തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് അവരെ കൂടുതൽ അവരുമായി ഒന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയായി മാറും. ഇപ്പോൾ നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പ്രതിഷ്ഠ അങ്ങനെ വരികയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അടൽ ബിഹാരി വാജ്പേയി BJPയുടെ ഒരു സുപ്രധാന നേതാവാണ്. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ലേ, മറന്നുപോയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴാണ് അത് BJP അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് എന്ന തരത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യും. ഈ ഒരു പാലത്തിൽ തീരുന്നില്ല, വികസനത്തിന്റെ നിർണായക കാലമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആസാദി കാ അമൃത്കാൽ, അങ്ങനെ ഒരു പേരിട്ട് തന്നെ അതിനെ വിളിക്കുന്നു. കഴിഞ്ഞ 2 വർഷം മുൻപ് 2021 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഈ അമൃതകാലിന്റെ ദേശീയ രൂപരേഖ തന്നെ പുറത്തിറക്കുന്നത്. അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഗ്രാമീണ വ്യവസ്ഥയെ ശാക്തീകരിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികസനം ഒരുക്കുക, സ്റ്റാർട്ടപ്പുകൾ, ദേശീയ ഹൈഡ്രോ മിഷൻ പോലുള്ള പരിപാടികൾ, ഊർജ്ജ സ്വാതന്ത്ര്യം, നിർമ്മാണം, സാങ്കേതികവിദ്യ, ഇങ്ങനെയുള്ളവയ്ക്കെല്ലാം പണം മാറ്റിവെക്കുന്ന രീതിയിൽ ഏത് രീതിയിലാണ് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ കഴിയുക, അതാണ് ആസാദി കാ അമൃത്കാൽ ലക്ഷ്യമിടുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇനി അത് ഒരു തുടർച്ചയായിട്ട് ഇനിയും വരുന്ന സമയങ്ങളിലേക്ക് 1-2 വർഷമല്ല, ഇനിയുള്ള വർഷങ്ങളിലേക്കായിട്ടുള്ള ഒരു രൂപരേഖ എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതി. അതായത് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയായി മാറും. ആ മാറുന്ന സമയത്ത് നമുക്കിതാ ഈ പശ്ചാത്തല സൗകര്യമെല്ലാം നമ്മൾ ഉറപ്പാക്കിയിരിക്കും. അതിനുള്ള ഒരു
ഒരു യാത്രയാണ് ഈ നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയായി മൂന്നാം തവണയും NDA സർക്കാർ തന്നെ വരണം. ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിന് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇതിലൊരു വലിയ പ്രശ്നം സർക്കാർ നേരിടുന്നത് ഈ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്നു എന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ വലിയ തോതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം എന്നത് ഇത്തരം വികസന പദ്ധതികൾ കൊണ്ടുവരിക എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിൽ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വീണ്ടും പിടിച്ചു വെച്ച നികുതി ഭാരം അതിലേക്ക് കൂടി പങ്കുവയ്ക്കുന്നൊരു സാഹചര്യം ഇനി സാമ്പത്തികമായി ആരും ഉപദേശിക്കും എന്ന് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ പൊതുമേഖലയൊക്കെ നഷ്ടമാകുന്നു എന്നൊക്കെ വളരെ സൈദ്ധാന്തികമായി പറയാമെങ്കിലും അതിൻ്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നത് നികുതിദായകനാണ്. അപ്പോൾ ഈ തൊഴിൽ ഇല്ലായ്മ പരിഹരിക്കുന്നതിന്, ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിന് ഏക മാർഗം വലിയ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നതാണ്. പക്ഷേ എന്നാലും അതിനൊരു വിയോജിപ്പ് ഞാൻ പ്രകടമാക്കുന്നു. എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രീതിയിലുള്ള തന്ത്രങ്ങൾ കൃത്യമായി NDA ചെയ്യാറുണ്ട്, BJP ചെയ്യാറുണ്ട്. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 19,260 കോടി രൂപയുടെ പദ്ധതികളൊക്കെയാണ് അന്ന് പ്രഖ്യാപിച്ചത്. അന്ന് ഉദ്ഘാടനങ്ങൾ, തറക്കല്ലിടൽ, ആ രീതിയിലുള്ള മാമക്കങ്ങൾ. അതായത് അന്ന് മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നരേന്ദ്രമോദി എത്തുന്നു, ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അത് ഒരു വശത്തു മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് രാജ്യം മൊത്തമായി ആ രീതിയിലുള്ള ഒരു തന്ത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. അല്ല, പക്ഷേ നമ്മൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ടത് ഈ ബജറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്താൽ 33% വർധനവ്, 10 ട്രില്യൺ രൂപയാണ്. അതായത് ഏതാണ്ട് $112 ബില്യൺ ആണ് നമ്മുടെ ക്യാപെക്സിലേക്ക് നമ്മൾ ഔട്ട്ലേ ആയി ഉയർത്തിയത്. അത് GDPയുടെ 3.3%. അപ്പോൾ അതിൻ്റെ പ്രധാനമായ ആ നിക്ഷേപം പോയത് റെയിൽവേ, റോഡ്, പവർ, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക്, അഫോർഡബിൾ ഹൗസിംഗ് എന്നത് ഗൃഹനിർമ്മാണം തുടങ്ങിയ മേഖലകളിലേക്കാണ്. റെയിൽവേക്ക് മാത്രം കിട്ടിയ 2.4 ട്രില്യൺ രൂപയുടെ നീക്കിയിരിപ്പാണ്. അപ്പോൾ അത് നമുക്ക് റെയിൽവേ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായി അതിൻ്റെ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇനിയും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വരാൻ പോകുന്നു. നമ്മുടെ നാളിതുവരെ ഇപ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന തീവണ്ടി സംവിധാനം ഇഞ്ചിനായിരുന്നു, അതിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനായി ഇപ്പോൾ നമ്മൾ കുറേ കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയ വന്ദേ ഭാരതിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിനി വലിയ പശ്ചാത്തല സൗകര്യം ഇല്ലാതെ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിന് മറ്റു മാർഗങ്ങളില്ല. ഈ തൊഴിൽ ഇനി നൽകുക എന്നതിന് ഇത്തരം നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക, പശ്ചാത്തല സൗകര്യത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ കോവിഡ് കാലം കഴിഞ്ഞതോടെ നമ്മുടെ GDP താഴേക്ക് വന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് 4.5 കൊണ്ടുവരാനുള്ള തീവ്ര പ്രയത്നത്തിലാണ്. ഇപ്പോൾ അത് നിൽക്കുന്നത് 6% മുകളിലേക്കാണ്. അപ്പോൾ ഈ നിലയ്ക്ക് സാമ്പത്തികമായി രാജ്യത്തിൻ്റെ കടബാധ്യത കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ഈ കടമെടുക്കുന്നത് നിയന്ത്രിക്കാനും തൊഴിൽ അത് കൂട്ടാനും. ഇപ്പം നമ്മൾ ഈ സാമ്പത്തിക കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിശീർഷ വരുമാനം കണക്കാക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ ലോകത്തിലെ 196 രാജ്യങ്ങളിൽ 147ാമതാണ്. അപ്പം നമ്മൾ എത്രയാ തന്നെ സാമ്പത്തിക ശക്തിയാണ് എന്നൊക്കെ പറയുമ്പോഴും സാധാരണക്കാരനിലേക്ക് ഈ പണം എത്താനുള്ള വഴി ഇത്തരം വലിയ പദ്ധതികൾ തന്നെ. ആ വിയോജിപ്പുകളൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ ഈ പദ്ധതികളിലേക്ക് വരുമ്പോൾ ഇനി ആ പദ്ധതികളിൽ തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം 3-ാം തീയതിയാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തി പ്രഖ്യാപിച്ചത് 1156 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഏറെക്കാലമായി അവഗണിക്കപ്പെട്ട ലക്ഷദ്വീപ് ഇപ്പോൾ നടത്തുന്നു വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നത്. അതായത് കൃത്യമായി ഇത്രയും കാലം കേന്ദ്രം ഭരിച്ചവരൊക്കെ ഉള്ള മറുപടി അല്ലെങ്കിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു പ്രദേശം അത് അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നിടത്ത് ഈ പോയ വർഷങ്ങൾ പോലുമുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ധാരാളമാണ്. ലക്ഷദ്വീപിനെ സംബന്ധിച്ച് അത് കുറേ കൂടെ രസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ഞാൻ അവിടെ ചെല്ലുകയും വളരെ കുറേ നാളവിടെ ആളുകളുമായി എല്ലാ ദ്വീപുകളിലൊക്കെ പോകിച്ചു. അവിടെ ഒരു പ്രത്യേകതരം ജനവിഭാഗമാണ്. അവർക്ക് വളരെ 100% മുസ്ലിങ്ങളാണ്. പൂർണ്ണമായി ഭയങ്കര ദേശീയവാദികളാണ്. അതുകൊണ്ട് തന്നെ ഈ മതം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊന്നും അവിടെ ഒരു രാഷ്ട്രീയമായി അവർ ഇപ്പോഴും കാണാറില്ലായിരുന്നു. അവർ മതത്തിനൊക്കെ അതീതമായി ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്.
പ്രത്യേകിച്ച് ഇന്ത്യ വിഭജന കാലത്തൊക്കെ ഈ പാകിസ്ഥാൻ കപ്പലുകൾ അങ്ങോട്ടേക്ക് ഇത് പിടിച്ചടക്കാനൊക്കെ നോക്കുമ്പോഴും ഒക്കെ ദേശീയ വികാരം. ലക്ഷദ്വീപിൽ വളരെ വൈകിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും അവരറിഞ്ഞത്. കാരണം കൊപ്രയുമായി പോയ ഈ കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെ തിരിച്ചു വരുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് അവരറിയുന്നതിന്. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ട് പോലും ആ ജനത ഭയങ്കരമായ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ അവർ നേരിടുന്ന പ്രശ്നം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം കണക്ടിവിറ്റിയാണ്. ചെറിയ ചെറിയ ദ്വീപുകൾ, ഒരു 10 ദ്വീപുകളിലാണ്, 36 ദ്വീപുകളുണ്ടെങ്കിലും 10 ദ്വീപുകളിലാണ് അവിടെ വലിയ പ്രധാനമായി ജനവാസം ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ കണക്ടിവിറ്റി ഇല്ല. നമ്മൾ അവിടെ ചെന്നാൽ ആളുകളെ ഒരു ഇൻ്റർനെറ്റ് സംവിധാനമില്ല. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ലക്ഷദ്വീപിലേക്ക് വരുന്നു. ഇന്റർനെറ്റ് വേഗത 100 മടങ്ങ് വർദ്ധിക്കുന്നു. അവിടെ ലക്ഷദ്വീപിൻ്റെ ഒരു വലിയ യാത്രാക്ലേശം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നെ ഏറ്റവും അധികം ലക്ഷദ്വീപിൽ അമ്പരിപ്പിച്ച ഒരു കാര്യം, ലക്ഷദ്വീപിൽ എവിടെ നിന്നാലും തലയിൽ തേങ്ങ വീഴുമോ എന്ന ആശങ്ക നമുക്കുണ്ട്. അത്രമാത്രം തെങ്ങുകളുള്ളൊരു ഒരു സ്ഥലമാണ്. തെങ്ങുകളൊന്നും വളമിടുന്നില്ല, വളരെ ഓർഗാനിക്കാണ്. പക്ഷേ അവിടേക്ക് നമ്മൾ നോക്കിയാൽ വെളിച്ചെണ്ണ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വെളിച്ചെണ്ണ പ്രോഡക്റ്റുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ആളോട് ചോദിക്കുന്നത്, ഇത്രയും തെങ്ങുള്ളൊരു നാട്ടിൽ എന്തിനാണ് നിങ്ങൾ ഇതുപോലെ കുപ്പിയിൽ നിന്ന് വെളിച്ചെണ്ണ അവിടേക്ക് കൊണ്ടുവരുന്നത്? അപ്പം അങ്ങനെയൊക്കെ ഉള്ള വികസന പോരായ്മകൾ ഒരു നാടിൽ വളരെ ഉണ്ട്. ആ ലക്ഷദ്വീപിലേക്ക് ഫോക്കസ് ഒരുപക്ഷെ ഈ അടുത്താണ് വന്നതെങ്കിൽ പോലും പദ്ധതികളൊക്കെ പ്രത്യേകിച്ച് ലോ ടെമ്പറേച്ചർ തെർമൽ ഡിസലേഷൻ പ്ലാന്റ്, പിന്നെ ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷനുകൾ, സോളാർ പവർ പ്ലാന്റ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, അങ്ങനെ എല്ലാ തലത്തിലും. അവിടുത്തെ ഹെൽത്ത് കെയർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു ആൾക്കൊരു അസുഖം വന്നാൽ അവരെ കവർത്തിയിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ നേരത്തെ ഉണ്ട്, പക്ഷേ അതൊന്നും പറ്റില്ല. ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് എയർ ആംബുലൻസിൽ എടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരേണ്ടൊക്കെ ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതൊക്കെ അവിടുത്തെ പ്രാഥമികമായ മനുഷ്യരുടെ വലിയ പ്രശ്നങ്ങൾ. ഒരാൾക്ക് അസുഖം വന്നാൽ, ഒരു ഗുരുതരമായ ഒരു അസുഖം വന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. അവിടെ അതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അത്രയും ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യരാണ് അവർ. അപ്പോൾ അവരെ ഒരു കാരണവശാലും കൈവിടാൻ നമുക്ക് പറ്റുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെ അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അവിടെ നമുക്കറിയാം, മുഹമ്മദ് ഫൈസലാണ് അവിടുത്തെ MP. അദ്ദേഹം പിന്നെ BJPക്ക് അത്ര അഭിമതനായിട്ടുള്ള ഒരാളല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. നമുക്കിനി എനിക്കൊന്ന് സമയം ഇതുകൊണ്ട് നമുക്കിനി ലക്ഷദ്വീപിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകണം. തിരുച്ചിറപ്പള്ളിയിൽ ലക്ഷദ്വീപിൽ എത്തുന്നതിന് ഒരു ദിവസം മുൻപാണ് അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. അവിടെ 19,850 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് നടന്നത്. 25 വർഷത്തിനുള്ളിൽ ഇന്ത്യ വികസിത രാജ്യമായി മാറുമെന്നാണ് തിരുച്ചിറപ്പള്ളിയിലെ പ്രസംഗത്തിൽ അന്ന് മോദി പറഞ്ഞത്. മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രധാന അംബാസിഡറായിട്ട് തമിഴ്നാട് മാറുകയാണ് എന്നും മോദി പറയുകയുണ്ടായി. BJPയെ കയ്യകലത്തിൽ മാത്രം നിർത്തുന്ന ഒരു രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യ പ്രധാന ടാർഗറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് തമിഴ്നാടിന് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുക. തിരുച്ചിറപ്പള്ളിയിൽ സ്റ്റാലിനൊക്കെ നേരിട്ട് ചെന്നാണ് മോദിയെ ക്ഷണിച്ചത്. അപ്പോൾ അതിൽ കാണുന്ന ഒരു വലിയ മാനമുണ്ട്. അത് രാഷ്ട്രീയം മാത്രമാണ്. അല്ല, ഇത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സാമ്പത്തികമായ മുന്നേറ്റമില്ലാതെ സർക്കാരുകൾക്ക് പിടിച്ചു നിൽക്കാനാകില്ല. തൊഴിലവസരങ്ങൾ വേണം. അതിന് കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ എത്രമാത്രം പുറത്തുനിന്ന് കിട്ടാനും കഴിയുമോ അങ്ങനെ നിക്ഷേപം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ മൂലധന നിക്ഷേപം സമാഹരിക്കണം. ഇതൊക്കെ ഇപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമായി. അല്ലാതെ എല്ലാ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും ആശയങ്ങൾ പറഞ്ഞ് ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാലമൊക്കെ അവസാനിച്ചു. വലിയ പദ്ധതികൾ വേണം, ആളുകളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സ്റ്റാലിന് അവിടെ DMK സർക്കാർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. തിരുച്ചിറപ്പള്ളിയിൽ മോദി പോകുന്നത് ഈ സൗത്ത് ഇന്ത്യൻ ടൂറിൻ്റെ ഭാഗമായാണ്. അവിടുന്നാണ് മാലദ്വീപിൽ ഈ സംബന്ധിച്ച് തർക്കമൊക്കെ ജനിക്കുന്നത്. കാരണം ഇദ്ദേഹം തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ലക്ഷദ്വീപിലെത്തുന്നു, അവിടുത്തെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. അത് മാലിദ്വീപിൽ വലിയ വിവാദങ്ങൾക്ക് തുടക്കമാകുന്നു. അവിടെ നിന്ന് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളുണ്ടാകുന്നു. അത് വളരെ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുന്നു. എന്ന് വെച്ചാൽ എക്കോണമിക്കലി തിരിച്ചടിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർ അവരുടെ മുഴുവൻ യാത്രകൾ ക്യാൻസൽ ചെയ്യുന്നു. മാലദ്വീപിൽ 3 ആളുകളെ അവരുടെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കേണ്ട സാഹചര്യം. ലക്ഷദ്വീപിലേക്ക് ഒരു വലിയ ടൂറിസം പദ്ധതികൾ ഒരുങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ലക്ഷദ്വീപ് പെട്ടെന്ന് ഒരു ഫോക്കസായി മാറുന്നു. ലക്ഷദ്വീപിന് അത്രയും പൊട്ടൻഷ്യലുണ്ട്. അത് കരയിലുള്ളതിനേക്കാൾ വളരെ വലിയ കൗതുകങ്ങൾ കടലിനടിയിൽ വെച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അവിടെ സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞാൽ കടലിനടിയിൽ വലിയൊരു പൂന്തോട്ടമാണ്. അത് കാണാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാകില്ല. മാത്രമല്ല അവിടുത്തെ ആ മനുഷ്യർ അത്രയും സ്നേഹം ആളുകൾക്ക് പങ്കുവയ്ക്കുന്ന ഒരു വലിയ ജനതയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ ഈ ലക്ഷദ്വീപിൻ്റെ ഒരു ഗുണം, ഇത്രയും വലിയ സുനാമിയോ അല്ലെങ്കിൽ കടൽക്ഷോഭമോ ഒക്കെ ഉണ്ടാകുമ്പോഴും അത് ഒരു പ്രകൃതി നിർമ്മിതമായ ഒരു പരിരക്ഷ ലക്ഷദ്വീപിന് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കപ്പലിലൊക്കെ ആളുകൾക്ക് ഒരു യാത്രയും സഞ്ചാരവും ഒക്കെ ഒരുക്കി അവിടുത്തെ ടൂറിസം സാധ്യതകൾ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിൽ തർക്കമില്ല. ലക്ഷദ്വീപ് കഴിഞ്ഞു. ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കുന്നത് അയോധ്യയിൽ
നടത്തിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അയോധ്യയിൽ 15,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി നടത്തിയത്. കഴിഞ്ഞ വർഷം 30 ഡിസംബറിന് ഉദ്ഘാടന മാമാങ്കം തന്നെ അവിടെ നടന്നു. ശ്രീരാമ കിരീട മാതൃക ചൂടിയ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ, അന്താരാഷ്ട്ര വിമാനത്താവളം പുതുക്കിപ്പണിതത്, രാജ്യത്തെ ആദ്യത്തെ അമൃത് ഭാരത് ട്രെയിനുകൾ, 6 പുതിയ വന്ദേ ഭാരത് ട്രെയിൻ, അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള നവീകരിച്ച റോഡ്, ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ്, അതിന്റെ തറക്കല്ലിടൽ, അങ്ങനെ എല്ലാ പദ്ധതികളും രാമക്ഷേത്രം കേന്ദ്രമാക്കി ഒരുങ്ങുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ മുഖ്യ പ്രചാരണ വിഷയമാക്കാനുള്ള BJPയുടെ ശ്രമങ്ങളുടെ ചുവട് പിടിച്ച് നടക്കുന്ന ഒന്നായിട്ട് തന്നെ രാഷ്ട്രീയമായി അത് വിലയിരുത്തപ്പെടും. അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷം വിലയിരുത്തുകയും ചെയ്യുന്നത്. അവിടെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഗോർത്തുണ്ടാവും. ഇപ്പോൾ ഈ 15,000 കോടി രൂപയിൽ 15,700 കോടി രൂപയിൽ അയോധ്യ കേന്ദ്രീകരിച്ചാണ് 1,100 കോടി രൂപ അവിടെ ചെലവാക്കുന്നത്. ബാക്കി 4,000 കോടി ആണ് മറ്റ് ഉത്തർപ്രദേശിലെ മറ്റിടങ്ങളിലേക്ക് വികസന കാര്യത്തിനായി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ എക്കണോമിക് ഡെസ്റ്റിനേഷനായി മാറും. അത് പിലിഗ്രിമേജിൻ്റെ ഒരു വലിയ കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രമാകുമ്പോൾ പോലും അത് വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന, അതുപോലെ വലിയ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഒരു വലിയ പ്രദേശമായി തന്നെ ഒരു നഗരമായി അയോധ്യ മാറും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യം അവിടെ അനിവാര്യമായി വരികയാണ്. അതൊക്കെ വരുന്നു എന്നത് ഇത് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ, ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നിടത്താണ് BJP ജയിക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നിടത്താണ് കോൺഗ്രസ് അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ തന്നെ പശ്ചാത്തല വികസനത്തിനാണ് വലിയ പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് വന്ന സമയത്ത് അതാണ് NDA സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത് എന്ന്, ഇനിയും അടുത്ത ബജറ്റ് വരുമ്പോഴും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി അയോധ്യ പറഞ്ഞു, ഇനി പോകുന്നത് നമുക്ക് വാരണാസിയിലേക്ക്. വാരണാസിയിൽ കഴിഞ്ഞ മാസം തന്നെ 17-ാം തീയതി 19,000 കോടിയിലധികം രൂപയുടെ 37 പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലം കൂടിയാണ് വാരണാസി. അദ്ദേഹം അതുകൊണ്ട് ഇന്ത്യയെ രാജ്യത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കും എന്ന്, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചത് വാരണാസിയിൽ വെച്ചിട്ട് കൂടിയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ സൂററ്റും വാരണാസിയും കൂടെ ഒരു ഒറ്റ സന്ദർശന പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രിയുടേത്. അപ്പോൾ സ്വാഭാവികമായും UP-യിൽ അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന്, അവിടെ വലിയ സീറ്റ് കൂടുതലുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ഇനി ഒരു BJP ആധിപത്യം ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആദ്യഘട്ടത്തിൽ നടന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഈ 17 ഡിസംബറിൽ 19,000 കോടി രൂപ വരുന്നു, 30 ഡിസംബർ ആകുമ്പോൾ മറ്റൊരു 15,000 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുന്നു. അത് കഴിയുമ്പോൾ ജനുവരി 3 ആകുമ്പോഴേക്കും 1,100 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ ഇത് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതിനേക്കാൾ വലിയ ഒരു പ്രഖ്യാപനമാണ്. ഇനി ജനുവരി 22-ന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ തുടർച്ചയായി ഇലക്ഷൻ ക്യാമ്പയിൻ എന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി ആയി മാറി അത് ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നു എന്നതാണ് നമുക്ക്. അതായത് വികസനം എന്നുള്ള ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ഏത് രീതിയിലാണ് NDA സർക്കാർ ഇലക്ഷനെ നേരിടുക, BJP ഏത് രീതിയിലാണ് ഇലക്ഷനെ നേരിടുക. അപ്പോഴും ഇവരുടെ ക്യാമ്പയിൻ തന്നെ നമുക്കറിയാം, തൃശ്ശൂരിൽ തന്നെ വന്ന് മോദി പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അത് വികസനവുമായിട്ട് ക്ലബ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്, റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വികാസ് പുരുഷ് ആണ് താൻ എന്ന രീതിയിൽ വരുമ്പോൾ ആ വികസനത്തിന് ഞങ്ങൾ വോട്ട് ചോദിക്കുകയാണ് എന്നായിരിക്കും. ഈ അയോധ്യ പോലും അതിൻ്റെ ഒരു ഹൈന്ദവികത എന്നതുള്ളതിനപ്പുറത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുമായി മോദി പ്രധാനമായും നോക്കുന്ന 3 ഫോക്കസാണ്. ഒന്ന്, ഈ ഹിന്ദു സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. 2, ഈ രാജ്യസുരക്ഷ ഒരു വലിയ വിഷയമായി ഉയർത്തി കാണിക്കാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും പ്രധാനമന്ത്രിക്കാണ് പിന്തുണ എന്ന് വ്യക്തമായൊരു സാഹചര്യത്തിലാണ് 3ാമത്തെ ഫാക്ടറായ ഡെവലപ്മെൻറ്റ് എന്നത് അവരൊരു വിഷയമായി ഉയർത്തുന്നത്. അതും തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന ഒരു കാര്യമാണ് എന്ന ഒരു നിലയിരുത്തലാണ് അവർക്കുള്ളത്. പക്ഷേ ഇതിൽ ഇന്ത്യ മുന്നണി എടുക്കുന്ന വളരെ ശക്തമായ ഒരു നിലപാട്, അത് ഈ വിഷയത്തെ അവരെങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ്. ഇത് ആർക്ക് നേട്ടമുണ്ടാക്കിയെന്ന ചോദ്യങ്ങൾ അവർ ഉയർത്തേണ്ടത്, അതിനെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ തുടങ്ങി വെക്കാൻ അവർക്ക് കഴിയുമോ എന്നതാണ്. അത് എത്രമാത്രം സാധാരണക്കാരനിലേക്ക് എത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പാവപ്പെട്ടവരിലേക്ക് ഇത് എങ്ങനെ എത്തുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ മുന്നണി കഴിയുമെന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാരിലേക്ക് ഈ വികസന പദ്ധതികൾ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം ഉയർത്തുകയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുക. കാരണം വലിയ ബൃഹത് വികസന പദ്ധതികളുടെ ഒരു നിര തന്നെ, ഒരു ലിസ്റ്റ് തന്നെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന്, അത് തന്നെ ഇന്ത്യ സർക്കാരിനെ സംബന്ധിച്ചോളം, BJPയെ സംബന്ധിച്ചോളം ഇപ്പം നേരത്തെ മനു ഭരത് സൂചിപ്പിച്ച പോലെ 3ാമത്തെ അജണ്ടയാണ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ
ചെയ്യാൻ വേണ്ടി ഈ പദ്ധതികൾ സാധാരണക്കാരിലേക്കല്ല ചെല്ലുന്നത് എന്നുള്ള കണക്കുകൾ മുന്നോട്ട് വെക്കേണ്ടതായിട്ട് വരും പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും. ആ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തി ആർജിക്കുമ്പോൾ, മൂർച്ചയേറുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടി ചർച്ച ചെയ്യാം. പൂർണ്ണമാകുകയാണ് ഇലക്ഷൻ ചാനലിൽ. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ